അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ ഒന്ന് രണ്ട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കിടപ്പിലായ രോഗികൾക്ക് അവരുടെ നോമ്പിന്റെ വിധി എന്താണ് എന്ന് ചോദിച്ചിട്ട് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കിടപ്പിലായ രോഗികൾ എന്നല്ല, നിത്യരോഗികൾ, മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾ, അതേപോലെ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ. മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികളും വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ, നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്തവർ, ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പല്ല നിർബന്ധമാകുന്നത്. മറിച്ച് ഓരോ നോമ്പിനും പകരം ഒരു മുദ്ദ് ഭക്ഷ്യധാന്യം ഫിദിയ ആണ് നിർബന്ധമാകുന്നത്. നോമ്പ് അവർക്ക് നിർബന്ധമാകുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം അവർ ഫിദിയ നൽകണം. ആ ഫിദിയ എപ്പോഴാണ് നൽകേണ്ടത്? ഫിദിയ അയാളുടെ ബാധ്യതയായി വരുന്നത് നോമ്പിൻ്റെ അന്നു മുതലാണ്. അപ്പോൾ ആ നോമ്പിൻ്റെ പകലിലോ രാത്രിയിലോ അയാൾക്ക് നൽകാം. ഓരോ ദിവസത്തെയും നോമ്പിൻ്റെ പകലിലോ രാത്രിയിലോ നൽകാം. അതാത് നോമ്പിൻ്റെ നേരത്തെ നൽകാൻ പറ്റില്ല. ഉദാഹരണത്തിന്, വളരെ പ്രായം ചെന്ന ഒരാൾ, ആ പ്രായം ചെന്ന ഒരാൾക്ക് റമളാൻ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയില്ല. ആ റമളാൻ 1 തന്നെ ആ വർഷത്തെ ഫിദിയ മുഴുവൻ ഒന്നാമത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ഒക്കെ കൊടുക്കുക, അത് പറ്റില്ല. ഒരു ദിവസത്തിന് മുമ്പായിട്ട് ഫിദിയ നൽകാൻ പറ്റില്ല. ഓരോ ദിവസവും അന്നത്തെ പകലിലോ അന്നത്തെ രാത്രിയിലോ ആ ഫിദിയ നൽകാം. അതേപോലെ ഈ ഫിദിയ അതാത് ദിവസം നിർബന്ധമാകുന്നുണ്ടെങ്കിലും പിന്തിപ്പിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. എത്ര ദിവസം വേണമെങ്കിലും പിന്തിപ്പിക്കാം. അതിനൊരു ഖളാ വരിക. ഫിദിയ നൽകുന്നത് പിന്തിപ്പിച്ചതിൻ്റെ പേരിൽ ഖളാ വരില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഓരോ വർഷത്തെയും റമളാൻ അടുത്ത റമളാന്റെ മുമ്പ് ഖളാ വീട്ടണം, നോമ്പ് അടുത്ത റമളാന്റെ മുമ്പ് ഖളാ വീട്ടണം എന്ന് പറഞ്ഞത്. അതേ സ്ഥാനത്ത് ഫിദിയ അടുത്ത റമളാന് മുമ്പ് കൊടുത്തു വീട്ടണം എന്നില്ല. അത് പിന്തിപ്പിച്ചതിൻ്റെ പേരിൽ, ഓരോ വർഷം കൂടുന്നതിൻ്റെ പേരിൽ ഫിദിയ കൂടുതലാവുക എന്ന പരിപാടിയുമില്ല. ഒരാൾക്ക് നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്ത ഒരാൾ 2-3 വർഷമായി അയാൾക്ക് ഫിദിയ എങ്ങനെ നിർബന്ധമുണ്ട്. അത് കൊടുക്കാതെ അയാൾ മരണപ്പെട്ടു. എന്നാൽ അയാൾ അനന്തരാവകാശികൾ എന്ത് ചെയ്യണം? അനന്തര സ്വത്തിൽ നിന്ന് ഫിദിയ നൽകണം. അത് 4 വർഷം മുമ്പുള്ള നോമ്പിനും ഒരു മുദ്ദ് എന്നുള്ള നിലക്ക് ഫിദിയ നൽകിയാൽ മതി. വർഷം കൂടിയതിൻ്റെ പേര് പ്രത്യേക ഫിദിയ ഒന്നും വരുന്നില്ല. റമദാനിൽ ഒരാൾ രോഗിയായി ചികിത്സയിലാണ്, മാറുമെന്ന് പ്രതീക്ഷയുണ്ട്, പക്ഷെ അടുത്ത റമദാന് വരെ മൂപ്പര് ചികിത്സയിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്തിപ്പിച്ചതിന്റെ പേരിൽ ഇദ്ദേഹം മുദ്ദ് കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നോമ്പ് ഖളാ വീട്ടിയാൽ മതിയോ? അദ്ദേഹം നോമ്പ് ഖളാ വീട്ടിയാൽ മതി. കാരണം അദ്ദേഹം പിന്തിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അടുത്ത റമദാൻ ആകുന്നതിന് മുമ്പ് നോമ്പ് ഖളാ വീട്ടിയിട്ടില്ല എന്നല്ലേ പറയുന്നത്. അടുത്ത റമദാൻ ആകുന്നതിന് മുമ്പ് ഖളാ വീട്ടാനുള്ള സാഹചര്യം അയാൾക്ക് ഉണ്ടായിട്ടില്ല. അയാൾ രോഗി തന്നെയാണ്. രോഗം മാറുമ്പോഴല്ലേ അദ്ദേഹത്തിന് നോമ്പ് ഖളാ വീട്ടാൻ പറ്റൂ. അദ്ദേഹം രോഗത്തിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താലും മതി, ആ റമദാൻ കഴിഞ്ഞതിന് ശേഷം അയാളുടെ അസുഖം മാറുമ്പോൾ അദ്ദേഹം നോമ്പ് ഖളാ വീട്ടിയാൽ മതി. അസുഖം മാറി നോമ്പെടുക്കാനുള്ള അവസരം അയാൾക്ക് കിട്ടി, എന്നിട്ട് നോമ്പെടുക്കാതെ ഒരു റമദാൻ കഴിഞ്ഞു കിടന്നാലാണ് നോമ്പിന് ഒരു മുദ്ദ് കൂടി ഫിദിയ കൊടുക്കേണ്ടി വരിക. ഇവിടെ ഒരു റമദാന് മുതൽ പിറ്റേത്തെ റമദാന് വരെ അയാൾ രോഗിയാണ്. അപ്പൊ അടുത്ത റമദാനിന് ശേഷം അയാൾ നോമ്പ് ഖളാ വീട്ടിയാൽ മതി, ഫിദിയ കൊടുക്കേണ്ട ആവശ്യമില്ല. സ്ഥിരരോഗിയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, സ്ഥിരരോഗിയാണെങ്കിൽ ഫിദിയ ഓരോ ദിവസം കൊടുത്താൽ മതി എന്ന്. അപ്പോൾ ഈ സ്ഥിരരോഗിന്റെ അവസ്ഥ, ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലെ 2-3 വർഷം കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിന്റെ രോഗം പെട്ടെന്ന് മാറി, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം നോമ്പ് അതുവരെയുള്ള നോമ്പ് ഖളാ വീട്ടേണ്ടതുണ്ടോ? ഇല്ല. അദ്ദേഹം മുദ്ദ് കൊടുക്കുന്നത് രോഗിയായതിൻ്റെ പേരിലാണ്, മാറുമെന്ന് പ്രതീക്ഷിക്കാത്ത രോഗിയായതിൻ്റെ പേരിലാണ്. അപ്പൊ മാറുമെന്ന് പ്രതീക്ഷിക്കാത്ത രോഗിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധമില്ല, മറിച്ച് അയാൾക്ക് മുദ്ദാണ് നിർബന്ധം. ആ നിലക്ക് അദ്ദേഹം മുദ്ദ് കൊടുത്തു കഴിഞ്ഞു. അതിന് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അദ്ദേഹത്തിന്റെ രോഗം മാറി. പിന്നീട് എന്തില്ല, കഴിഞ്ഞ നോമ്പുകൾ ഖളാ വീട്ടേണ്ടതില്ല. മാറിയത് മുതൽ അങ്ങോട്ടുള്ള റമദാൻ അയാൾ നോമ്പ് അനുഷ്ഠിക്കണം. ഈ ഫിദിയ ആർക്കൊക്കെ കൊടുക്കേണ്ടത്? പിന്നെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എനിക്ക് നോമ്പ് നോക്കാൻ പറ്റില്ല എങ്കിൽ ഞാൻ ഫിദിയ കൊടുക്കുന്നു, അത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നല്ലേ ചോദ്യം.
അത് ഞാൻ നൽകുന്നത് ഒന്നുകിൽ ഫക്കീറിനോ അല്ലെങ്കിൽ മിസ്കീനോ ആയിരിക്കണം. സക്കാത്തിന്റെ അവകാശികളായിട്ട് 8 വിഭാഗത്തെ എണ്ണുന്നുണ്ട്. അതിൽ ബാക്കിയുള്ള 6 വിഭാഗവും കഫാറത്ത് ആയിട്ട് നൽകുന്ന ഈ ഫിദിയയുടെ ഭാഗം അല്ലെങ്കിൽ ഈ മുദ്ദ് കൊടുക്കുന്നതിൽ 6 വിഭാഗവും പെടില്ല. നാട്ടിലുള്ള കടബാധ്യതയുള്ള ആളുകൾക്കോ മറ്റൊന്നും കൊടുത്താൽ എന്ത് ചെയ്യൂല, ഫിദിയ വീടൂല. ഫിദിയ വീടണമെങ്കിൽ ഒന്നുകിൽ ഫക്കീർ ആയിരിക്കണം അല്ലെങ്കിൽ മിസ്കീൻ ആയിരിക്കണം. ഈ 2 വിഭാഗത്തിന് കൊടുത്താൽ മാത്രമേ ഫിദിയ വീടുകയുള്ളൂ. പിന്നെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു നോമ്പിന്റെ ഒരു മുദ്ദ് അത് പരിപൂർണമായി ഒരാൾക്ക് തന്നെ കൊടുക്കണം. 30 ദിവസത്തെ 30 മുദ്ദും കൂടി ഒരു ഫക്കീറിന് കൊടുക്കാം, വിരോധമില്ല. എന്നാൽ ഒരു നോമ്പിന്റെ ഒരു മുദ്ദ് അത് 2 ആൾക്കായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു മുദ്ദും ഒരു മുദ്ദിന്റെ പകുതിയും കൊടുത്തു, മറ്റൊരാൾക്ക് ഒരു മുദ്ദും ഒരു മുദ്ദിന്റെ പകുതിയും കൊടുത്തു. സത്യത്തിൽ ഇദ്ദേഹം എത്ര മുദ്ദ് കൊടുത്തു? 3 മുദ്ദ് കൊടുത്തു. എന്നാൽ ഇവിടെ എണ്ണപ്പെടുന്നത് 2 മുദ്ദ് മാത്രമേ ഉള്ളൂ. 2 ആളുകൾക്കും കൊടുത്ത ഓരോ മുദ്ദ്. 2 ആളുകൾക്കും ഒരു മുദ്ദ് പകുതിയാക്കിയത് എണ്ണത്തിൽ പെടില്ല. ഒരു നോമ്പിന്റെ ഒരു മുദ്ദ് എന്നുള്ളത് പരിപൂർണമായ ഒരു കഫാറത്താണ്. അത് ഒരാൾക്ക് തന്നെ കൊടുക്കണം, ഭാഗിക്കാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ മുദ്ദിന്റെ കണക്കിന് കൃത്യമായിട്ട് തൂക്കണം എന്നല്ലേ? അതെ, ഓരോ മുദ്ദിന്റെ കണക്ക് തന്നെ ഒരാൾക്ക് കൊടുക്കണം. മുഴുവനായിട്ടും ഒരാൾക്ക് കൊടുത്താൽ വിരോധമില്ല. ഒരു മുദ്ദ് എവിടെയും മുറിയാൻ പാടില്ല. ഏറ്റവും നല്ലത് എങ്ങനെയാണ്? 30 നോമ്പുള്ള ഒരാള് കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്ക് കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ വീതിച്ചു കൊടുക്കുക? അതെങ്ങനെയും കൊടുക്കാം, വീതിച്ചു കൊടുക്കുക, കുഴപ്പമില്ല. ഇല്ല, കുഴപ്പമില്ല. മുദ്ദിന്റെ അളവ് എന്ന് പറയുന്നത്, മുദ്ദ് സത്യത്തിൽ അളവ് പാത്രമാണ്. അളവ് പാത്രത്തെ തൂക്കത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അരിയുടെ വലുപ്പം, അതിൻ്റെ കനം ഒക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. കൃത്യമായി ഒരു തൂക്കം പറയാൻ സാധ്യമല്ല. അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരു വീഡിയോ വരും. മുദ്ദ് പാത്രത്തിൽ വ്യത്യസ്തമായ അരികൾ അളന്നിട്ട് ഓരോന്നിനും എത്ര തൂക്കം വരുന്നുണ്ട് എന്നുള്ള ഒരു വീഡിയോ നമ്മുടേത് ഇൻഷാ അല്ലാഹ് വരും. നിങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തിയ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിച്ചു എന്ന് കരുതുന്നു. വീണ്ടും നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഇൻഷാ അല്ലാഹ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് കരുതിയാൽ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.